ബൈബിളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ വിചിത്രമായ കഥകളോ എവിടെ നിന്നാണ് എന്നുള്ള ഉത്ഭവമോ അറിയാത്ത നിഗൂഢ പഠിപ്പിക്കലുകളോ ഉള്ള ചില പുസ്തകങ്ങളുണ്ട്. അതിനെയാണ് അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോക്രിഫ എന്ന വാക്ക് ഗ്രീക്ക് പദമായ അപ്പോക്രിഫോസിൽ നിന്നാണ് വരുന്നത്. അത് പ്രധാനമായും ഒളിച്ചു വയ്ക്കുക എന്ന അർത്ഥമുള്ള അപ്പോക്രിപ്റ്റൈൻ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതുകൊണ്ട് അപ്പോക്രിഫൽ എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന രചനകളും രഹസ്യ രചനകൾ അടങ്ങിയിരിക്കുന്നതുമായ പുസ്തകത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് മറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോക്രിഫൽ പുസ്തകങ്ങളുണ്ട്. പക്ഷേ ബൈബിളായിട്ട് രൂപീകരിച്ച സമയത്ത് അതിനെ ഉൾക്കൊള്ളിച്ചില്ല. ചില ബൈബിളുകളിൽ ബഹുമാനിക്കുന്ന വിധം ആ പുസ്തകങ്ങളെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്തൊക്കെ പുസ്തകങ്ങളാണ് അപ്പോക്രിഫലായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. പഴയ നിയമത്തിലുള്ള അപ്പോക്രിഫൽ പുസ്തകങ്ങൾ. ബൈബിൾ കാനോനിക്കൽ അല്ലെങ്കിൽ കാനോനികം എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന് ആധികാരികമായ പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. പഴയ നിയമത്തിലെ കാനോനിക്കൽ പുസ്തകങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തിൻ്റെ സൃഷ്ടി, ആദാം, ഹവ്വ, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ സംഭവകഥകൾ പറയുന്ന ഉൽപ്പത്തി പുസ്തകം, മോശയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന പുറപ്പാട് പുസ്തകം, മാത്രമല്ല ഏശയ്യാവ്, ഇയ്യോബ്, യെഹെസ്കേൽ, യോന തുടങ്ങിയ ബൈബിൾ ഗ്രന്ഥങ്ങളെ ബൈബിൾ കാനോനികം എന്ന് വിശേഷിപ്പിക്കുന്നു. ഹാനോക്കിന്റെ പുസ്തകം അപ്പോക്രിഫൽ പുസ്തകത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഹാനോക്കിന്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അവിടെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. നോഹയുടെയും ജലപ്രളയത്തിനു മുമ്പ് ഹാനോക്ക് 365 വർഷം ജീവിച്ചിരുന്നുവെന്നും ദൈവത്തോടൊപ്പം നടന്നുവെന്നും ദൈവം അവനെ എടുത്തതുകൊണ്ട് അവനെ കാണാതായി എന്നും പറയുന്നുണ്ട്. ആ ഭാഗത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അതൊരു അസാധാരണമായ വിവരണമാണ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവം അവനെ എന്തിനാണ് സ്വർഗത്തിലേക്ക് എടുത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുന്ന രീതിയിൽ ഒരു അജ്ഞാത എഴുത്തുകാരൻ വീണുപോയ മാലകന്മാരുടെയും നെഫലീംകളുടെയും ഒരു കഥയിൽ ഹാനോക്കിനെ ഉൾപ്പെടുത്തി ഒരു വിപുലമായ പശ്ചാത്തല കഥ നിർമ്മിച്ചു. അതിൻ്റെ അവസാനം ലോകത്തെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ ജലപ്രളയത്തിൽ അവസാനിച്ചു എന്ന് പറയുന്നു. ഈ അപ്പോക്രിഫൽ പുസ്തകം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിപുലീകരിച്ച് അതിലുള്ള പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ചും അതിൽ ഹാനോക്ക് കണ്ട ദർശനങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും തരാം. കാണാൻ താല്പര്യമുള്ളവർ കാണുക. പഴയ നിയമത്തിൽ ഒരുപാട് അപ്പോക്രിഫൽ പുസ്തകങ്ങളുണ്ട്. ഹാനോക്കിന്റെ പുസ്തകം പോലെ തന്നെ ജൂബിലീസ് പുസ്തകവും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ ചരിത്രവും ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ പുസ്തകത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ജൂബിലിയെ ചുറ്റിപ്പറ്റി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയ കലണ്ടർ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ദിവസങ്ങളും ആചരണങ്ങളും ഉള്ള 49 വർഷ കാലഘട്ടത്തെക്കുറിച്ച് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വീണുപോയ കുറച്ച് ദൂതന്മാരും മിഷ്ടാമ, ബെലിയേൽ പോലുള്ള ഭൂതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വേറെ ചില ഗ്രന്ഥങ്ങളിൽ ബെൽ ആൻഡ് ദി ഡ്രാഗൺ എന്നൊരു ഭാഗവും ഉൾപ്പെടുന്നുണ്ട്. അത് കാനോനിക്കൽ പുസ്തകമായ ദാനിയേൽ പുസ്തകത്തിന്റെ കൂടെയുള്ള ഒരു അധ്യായമാണ്. അതിൽ ബെൽ എന്ന ദൈവപ്രതിമയ്ക്ക് കൊടുക്കുന്ന വഴിപാടുകളെ അതിന് ഭക്ഷിക്കാൻ കഴിയുമെന്ന ഒരു കെട്ടുകഥയെ ദാനിയേൽ ഇല്ലാതാക്കുന്നു. വാസ്തവത്തിൽ രാജാവ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വഴിപാടുകൾ കഴിക്കുന്നത് അവിടുത്തെ പുരോഹിതന്മാരാണെന്ന് ദാനിയേൽ പറയുന്നു. അതിന്റെ ഫലമായി ഉടൻ തന്നെ രാജാവ് ആ പുരോഹിതന്മാരെ വധിക്കുന്നു. അതിനുശേഷം ദാനിയേൽ ഒരു മഹാസർപ്പത്തെ എങ്ങനെ കൊല്ലുന്നുവെന്ന് ഇത് വിവരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ആ മഹാസർപ്പത്തെ കൊല്ലുന്നത് വാളുകൊണ്ടല്ല. അതിനു പകരം അതിന് കേക്ക് കൊടുത്ത സമയത്ത് അത് ആർത്തിയോടെ കഴിച്ച് വയറ് വീർത്ത് പൊട്ടി ചത്തു എന്ന രീതിയിൽ അത് വിവരിക്കുന്നുണ്ട്. തോബിത്ത്, ജൂഡിത്ത്, 1-2 മെക്കാബീസ് തുടങ്ങിയ മറ്റ് ചില പുസ്തകങ്ങളും അപ്പോക്രിഫയിലുണ്ട്. ഈ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെല്ലാം BC 300 മുതൽ BC 1 വരെയുള്ള കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടതും പ്രചരിച്ചതും. ഈ എല്ലാ വിവരങ്ങളും അനുസരിച്ച് നോക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ വളരെ ജനപ്രിയമാണെന്ന് തോന്നുന്നു. ചാവുകടൻ ചുരുളുകളിൽ ജൂബിലീസിൻ്റെയും ഹാനോക്കിൻ്റെയും പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ശകലങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ മറ്റ് പുസ്തകങ്ങളെപ്പോലെ ആധികാരികത ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ പുസ്തകങ്ങൾ പലതും ഉൽപ്പത്തി, പുറപ്പാട് പോലെ ആ കാലഘട്ടങ്ങളിൽ എഴുതിയതല്ല, വളരെ വൈകി എഴുതപ്പെട്ടതാണ്. ഹാനോക്ക്, ജൂബിലി തുടങ്ങിയ പുസ്തകങ്ങളിലെ വീണുപോയ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അതിനെ ഔദ്യോഗികമായ കാനോനിക്കൽ എന്ന് പ്രഖ്യാപിക്കാൻ ദൈവശാസ്ത്രപരമായ പല വിവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇനി നമുക്ക് പുതിയ നിയമത്തിലെ അപ്പോക്രിഫൽ പുസ്തകങ്ങളെക്കുറിച്ച് നോക്കാം. ക്രിസ്തുമതം വന്നപ്പോൾ തന്നെ പുതിയ നിയമവും 27 കാനോനിക്കൽ പുസ്തകവും വന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളും കൊരിന്ത്യർ, തെസ്സലോനിക്കർ എന്നിങ്ങനെ ഒരുപാട് കത്തുകളും അപ്പോസ്തല പ്രവൃത്തികൾ, വെളിപ്പാട് പുസ്തകം, അങ്ങനെ പട്ടിക നീളുന്നു. ഈ കാനോനിക പുസ്തകങ്ങൾ തയ്യാറാക്കിയത് നീസിയയിലുള്ള ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുമതത്തിലെ മുഖ്യധാര വിഭാഗമാണവർ.
കത്തോലിക്ക മതം, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം, കിഴക്കൻ ഓർത്തഡോക്സ് എന്നിവയെല്ലാം ഇതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അവരുടെ കാനോനിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ നിയമം തന്നെയാണ്. എന്നാൽ പുതിയ നിയമ അപ്പോക്രിഫ പ്രധാനമായും വരുന്നത് ഗ്നോസ്റ്റിക് എന്ന വിഭാഗത്തിൽ നിന്നാണ്. നോസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത്. അതിന് അറിവുണ്ടായിരിക്കുക എന്നതാണ് അർത്ഥം. യേശുവിനെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത രഹസ്യ അറിവ് ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ നോസ്റ്റിക് ക്രിസ്ത്യാനികൾ. അത് അവരുടെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നു. ഈ ഗ്രന്ഥങ്ങളിലൊന്നാണ് യൂദാസിന്റെ സുവിശേഷം. ഇത് ആദ്യം ഈജിപ്തിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇത് AD 280 എഴുതപ്പെട്ടതാണ്. വളരെ മോശം രീതിയിൽ സംരക്ഷിക്കപ്പെട്ട കഴുത്തുപ്രതിയാണിത്. അതിൽ യേശുവും യൂദാസും തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണത്തെ വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവവും മശിഹ എന്ന തന്റെ പങ്കിനെക്കുറിച്ചും യൂദാസിനോട് യേശു പറയുന്നു. ദൈവം ഒരു പ്രകാശഗോളം പോലെയാണെന്നും യൂദാസ് അല്ലാതെ ബാക്കി എല്ലാ ശിഷ്യന്മാരും യേശുവിന്റെ സന്ദേശത്തെ തെറ്റായി മനസ്സിലാക്കിയെന്നും പോലുള്ള മറ്റ് ചില അസാധാരണമായ കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അടുത്ത ഉദാഹരണമാണ് മറിയയുടെ സുവിശേഷം. ഈ പുസ്തകവും ഈജിപ്തിൽ നിന്ന് കണ്ടെടുത്തതാണ്. 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതിൽ യേശു മറിയ ഉൾപ്പെടെയുള്ള തൻ്റെ ശിഷ്യന്മാരുമായി ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും അത് യേശുവിൻ്റെ അമ്മ മറിയമാണോ അതോ മഗ്ദലക്കാരത്തി മറിയാണോ എന്ന് ഉറപ്പില്ല. പക്ഷെ എന്തായാലും അവൾ കണ്ട ഒരു ദർശനം അതിനകത്ത് വിവരിക്കുന്നു. അതിനകത്ത് അവൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ആത്മാവിൻ്റെ ആരോഹണത്തെക്കുറിച്ച് പറയുന്നു. ഈ ഗ്രന്ഥങ്ങളെല്ലാം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് തരുന്നുണ്ടെങ്കിലും AD 66-നും 100-നും ഇടയിൽ എഴുതപ്പെട്ട കാനോനിക്കൽ സുവിശേഷങ്ങളെക്കാൾ ഈ പുസ്തകങ്ങൾ വളരെ വൈകി എഴുതപ്പെട്ടതാണ്. എന്നാൽ അവ ആദ്യകാല ക്രിസ്തുമതത്തിൻ്റെ വൈവിധ്യവും അസാധാരണമായ ചില വിശ്വാസങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഐറേനിയസ് ഓഫ് ലിയോണിനെ പോലുള്ള ദൈവശാസ്ത്രജ്ഞർക്ക് നേരെ നീസിയൻ ക്രിസ്ത്യാനികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ മതവിരുദ്ധതകൾക്കെതിരെ ഉചിതമായൊരു പുസ്തകം നിർമ്മിക്കാൻ അവർ നിർബന്ധിതരായി. പക്ഷേ പഴയ നിയമ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ ജ്ഞാനവാദികളുടെ പുസ്തകമാണെന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. അതിലൊന്നാണ് തോമസിൻ്റെ സുവിശേഷം. ഇത് AD 60 മുതൽ 140 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് മറ്റ് കാനോനിക സുവിശേഷങ്ങൾ എഴുതപ്പെട്ട അതേ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്. ഇതിൽ യേശു പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ യേശു പറഞ്ഞിട്ടുള്ള 114 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളുടെ 2/3 ഭാഗവും മറ്റു സുവിശേഷങ്ങളിലും ഒന്ന് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ 4 സുവിശേഷങ്ങളുമായി ഒരു ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചിലർ ഇതിനെ 5-ാമത്തെ സുവിശേഷം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ പല ആളുകളും പറയുന്നത് ഈ പുസ്തകം അതിനു മുമ്പ് പൂർത്തിയാക്കിയ ഒരു സുവിശേഷത്തിൽ നിന്ന് ഈ വാക്കുകൾ പകർത്തി എഴുതിയതാണെന്നും അതുകൊണ്ട് ഈ പുസ്തകത്തെ അപ്പോക്രിഫലായി സൂക്ഷിക്കണമെന്നും വാദിക്കുന്നു. വളരെ വൈകിയാണ് കാനോൻ എന്താണെന്നും അല്ലാത്തത് എന്താണെന്നുമുള്ള ഒരു ഔപചാരിക ശേഖരം ഉണ്ടായത്. ഉദാഹരണത്തിന് AD 382 റോമിലെ കൗൺസിലിലാണ് ക്രിസ്തുമതത്തിൻ്റെ ഒരു സ്ഥിരമായ കാനോനിക പുസ്തകമുണ്ടായത്. ഈ സമയത്ത് നീസിയ കൗൺസിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള എല്ലാ കാനോനിക്കൽ പുസ്തകങ്ങളുടെയും ഒരു പട്ടിക തയ്യാറാക്കി. അതിനുശേഷമാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെ ഔദ്യോഗികമായി ഒഴിവാക്കിയത്. അപ്പോക്രിഫൽ പുസ്തകങ്ങൾ ആധികാരികമല്ലെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ കഴിയാത്തത്ര വിവാദപരമാണെന്ന് കണക്കാക്കിയിരുന്നു. അങ്ങനെ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. അവസാനം ഒരു കുറിപ്പായിട്ട് പറയാം. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കാനോനിക്കൽ എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും തീരുമാനിക്കുന്നത് പ്രത്യേക മതസമൂഹങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എത്യോപ്യൻ സഭ ഹാനോക്കിൻ്റെ പുസ്തകത്തെ അതിൻ്റെ കാനോനിക പുസ്തകമായി അവരുടെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാനോക്കിൻ്റെ പുസ്തകത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കത്തോലിക്ക ബൈബിളിൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്നു. തോബിത്ത്, ജൂഡിത്ത്, ബെൽ ആൻഡ് ദി ഡ്രാഗൺ തുടങ്ങിയ പുസ്തകങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കത്തോലിക്ക ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം ദൈവിക പ്രചോദനത്തിൽ നിന്ന് ഉണ്ടായതാണെന്നും അവ ബൈബിളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോക്രിഫ എന്താണെന്നും കാനോനിക്കൽ അല്ലെങ്കിൽ കാനോനികമല്ലാത്തതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പുസ്തകങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.